ഹായ്, ബീന മാനുവൽ ഫിസിക്സ് ചാനലിന്റെ മറ്റൊരു അധ്യായത്തിലോട്ട് എല്ലാവർക്കും മോസ്റ്റ് വെൽക്കം. കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് പൊട്ടൻഷ്യൽ എന്താണ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ് എന്നൊക്കെ പറഞ്ഞു നിർത്തി. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ് എന്ന് പറഞ്ഞാല് ഒരു യൂണിറ്റ് ടെസ്റ്റ് ചാർജിനെ നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്നും നമ്മുടെ ഫീൽഡിന്റെ അകത്തോട്ട് കൊണ്ടുവരും ചെയ്യുന്ന ആ വർക്ക് ഡൺ ആണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആയിട്ട് നമ്മൾ പറയുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാല് ഫീൽഡിൽ ഇരിക്കുന്ന രണ്ട് പോയിന്റ്സുകൾ തമ്മിൽ എയും ബിയും തമ്മിൽ പറയുന്ന, അതായത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് ഈസ് ഈക്വൽ ടു ദ വർക്ക് ഡൺ ഫോർ എ മൂവിംഗ് എ യൂണിറ്റ് ടെസ്റ്റ് ചാർജ് ബിറ്റ്വീൻ ദം എന്ന് പറഞ്ഞാല് ഇൻഫിനിറ്റിയിൽ നിന്നും നമ്മൾ ഒരു യൂണിറ്റ് ടെസ്റ്റ് ചാർജിനെ എ എന്ന് പറയുന്ന സോഴ്സ് ചാർജിന്റെ ഫീൽഡ് റീജിയൻ അല്ലെങ്കിൽ ചൂട് അനുഭവപ്പെടുന്ന മേഖലയിലോട്ട് നമ്മൾ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഫീൽഡിൽ ഇരിക്കുന്ന ആ ഒരു പോയിന്റിൽ നിന്നും തൊട്ടടുത്തുള്ള ബി എന്ന് പറയുന്ന പോയിന്റിലോട്ട് അത് മൂവ് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യണം? റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ട്, അതിന് ഒപ്പോസിംഗ് ആയിട്ട് നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്ത് ഈ ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ വർക്ക് ചെയ്ത് നമ്മൾ മൂവ് ചെയ്ത് നമ്മൾ ബിയിൽ എത്തിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഈ എയും ബിയും തമ്മിലുള്ള ഈ പോയിന്റ്സുകൾ തമ്മിലുള്ള ഈ പോയിന്റ് എയും ബിയും എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സിന് ഇടയ്ക്ക് ആ നമ്മുടെ ടെസ്റ്റ് ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാൻ കൊടുക്കുന്ന വർക്ക് എത്രയാണോ ആ വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു വെക്കുകയുണ്ടായി. സോ electric potential difference between 2 points is equal to in the work done for moving a unit test charge എന്നുള്ളത് എന്താണ്? മസ്റ്റ് ആണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ കേസസില് നമ്മൾ കൊണ്ടുവരുന്ന യൂണിറ്റ് ടെസ്റ്റ് ചാർജിന്റെ അളവ് എത്രയാണ്? യൂണിറ്റ് ആണ്. ബിറ്റ്വീൻ രണ്ട് പോയിന്റ്സുകൾ തമ്മിലുള്ള ആ ഒരു പോയിന്റ്സിന്റെ ഇടയ്ക്ക് കൊടുക്കുന്ന ആ വർക്ക് ഡണ്ണിനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു എക്സാമ്പിളിന് സോഴ്സ് ചാർജിനെ ഞാൻ ക്യൂ എന്ന്, നമ്മുടെ സോഴ്സ് ചാർജിനെ നമ്മൾ സാധാരണ സ്മോൾ ലെറ്റർ ക്യൂ എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടെസ്റ്റ് ചാർജിനെ ഞാൻ എടുത്തിരിക്കുന്നത് Q0 ആണ് എന്ന് ഓർക്കുക. ഇൻഫിനിറ്റിയിൽ നിന്നും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഫീൽഡിലുള്ള പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബിയിലോട്ട് ഇത് മൂവ് ചെയ്യുന്നു. അപ്പൊ ആ മൂവ് ചെയ്യുന്ന ടെസ്റ്റ് ചാർജ് ആണ് Q0 എന്ന് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് എ ആൻഡ് ബി ഇസ് ഗിവൺ ബൈ, നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് എ ആൻഡ് ബി ഇസ് ഗിവൺ ബൈ, നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? പൊട്ടൻഷ്യലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന പറഞ്ഞു വി കൊണ്ടാണ്. അപ്പൊ ഇവിടെ എയും ബിയും തമ്മിലുള്ള പോയിന്റ്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് വി എ ബി എന്നായിരിക്കും. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യുക. എയും ബിയും തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ പൊട്ടൻഷ്യലിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോയിന്റ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് വി എ ബി എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വി ബി മൈനസ് വി എ ആണ്. വി ബി മൈനസ് വി എ ആണ്. എന്തുകൊണ്ടാണ്? വി ബി മൈനസ് വി എ ബി ഇസ് ഈക്വൽ ടു വി ബി മൈനസ് വി ഐ ആണ്. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞു സോഴ്സ് ചാർജ് ഇതാണ്, ക്യൂ എന്ന് പറയുന്നതാണ് നമ്മുടെ സോഴ്സ് ചാർജിന് അടുത്തിരിക്കുന്ന പോയിന്റ് ബി ആണ്. ബിക്കാണ് എന്തുള്ളത്? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കൂടുതലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബി എന്ന് പറയുന്ന പോയിന്റില് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? കൂടുതൽ വർക്ക് ഡൺ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. കൂടുതൽ വർക്ക് ഡൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെയാണ് പൊട്ടൻഷ്യൽ കൂടുതലുള്ള പോയിന്റ് ബിയിലാണ്. എനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ സോഴ്സ് ചാർജിനോട് അടുത്തിരിക്കുന്ന പോയിന്റ് ബിക്കാണ് എന്ത് കൂടുതലുള്ളത്? പൊട്ടൻഷ്യൽ കൂടുതലുള്ളത്. സോ നമ്മൾ കൂടിയതിൽ നിന്ന് കുറഞ്ഞതാണ് നമ്മൾ കുറയ്ക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് വി ബി മൈനസ് വി എ എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ വി എ ബി എന്ന് പറയുന്നത് ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. എയും ബിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വി എ ബി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വി ബി മൈനസ് വി എ ആണ് നമ്മൾ എടുക്കുന്നത് എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കണം. വി ബി മൈനസ് വി എ. അപ്പൊ ഈ ഒരു ടേമുകൾ നമ്മൾ പല ഭാഗത്തും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ദെയർഫോർ വി ബി മൈനസ് വി എ ഈസ് ഈക്വൽ ടു നമ്മുടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇത് തമ്മിൽ എയിൽ നിന്ന് ബിയിലോട്ട് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വർക്ക് ഡൺ ആണ് ഡബ്ല്യു എ ബി എങ്കിൽ ഡബ്ല്യു എ ബി എങ്കിൽ
ദാറ്റ് ഈസ് WAB ഡിവൈഡ് ബൈ അവിടുത്തെ ടെസ്റ്റ് ചാർജ് ഏതാണ്? Q0 ആണ്. therefore WAB ഡിവൈഡ് ബൈ Q0 എന്ന് പറയുന്നതാണ് പൊട്ടൻഷ്യല്. WAB ഡിവൈഡ് ബൈ Q0 എന്ന് പറയുന്നതാണ് പൊട്ടൻഷ്യൽ. അപ്പൊ ഇതൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. VAB ഇസ് ഈക്വൽ ടു എയിൽ നിന്ന് ബിയിലോട്ട് മൂവ് ചെയ്യുന്നതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, പൊട്ടൻഷ്യലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് VAB എന്നാണ്. ഇതിനകത്ത് VAB എന്ന് പറഞ്ഞാൽ VB മൈനസ് VA ആണ്. VB മൈനസ് VA, അതായത് സെക്കൻഡ് വന്നിരിക്കുന്ന ഫാക്ടർ മൈനസ് ആദ്യത്തെ ഫാക്ടർ VB മൈനസ് VA ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു WAB ഡിവൈഡ് ബൈ Q0. നമ്മൾ നേരത്തെ ജനറൽ ഇക്വേഷൻ പറഞ്ഞായിരുന്നു V ഇസ് ഈക്വൽ ടു W ഡിവൈഡ് ബൈ Q എന്ന്. അപ്പൊ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ വർക്ക് ഡൺ എന്ന് പറയുന്ന WAB ആണ്. WAB ഇസ് ദി വർക്ക് ഡൺ ഫോർ മൂവിംഗ് ദ പോസിറ്റീവ് ചാർജ് Q0 ഫ്രം A ടു B. എയിൽ നിന്ന് ബിയിലോട്ട് മൂവ് ചെയ്യാനായിട്ട് അവിടെ എടുത്തിരിക്കുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് WAB ആണ് എങ്കിൽ, അവിടുത്തെ ടെസ്റ്റ് ചാർജ് Q0 ആണ് എങ്കിൽ, പൊട്ടൻഷ്യൽ VAB ഇസ് ഈക്വൽ ടു WAB ഡിവൈഡ് ബൈ Q0 ആയിരിക്കും. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു വർക്കിന്റെ യൂണിറ്റ്. ഇതാണ് ജനറൽ ഇക്വേഷൻ. വർക്കിന്റെ യൂണിറ്റ് ജൂൾ ആണ്, ഡിവൈഡ് ബൈ ചാർജിന്റെ യൂണിറ്റ് കൂളം ആണ്. ജൂൾ പെർ കൂളത്തിനെ നമ്മൾ എന്ത് വിളിക്കും? വോൾട്ട് എന്ന് വിളിക്കും. അതിന്റെ SI യൂണിറ്റ് വോൾട്ട് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് നോക്കാം. വോൾട്ടിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും? നമ്മൾ ജനറൽ ഇക്വേഷൻ ഇവിടുത്തെ കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ വോൾട്ട് V ഇസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡ് ബൈ WAB ഉണ്ട്, വർക്ക് ഡിവൈഡ് ബൈ Q0 ആണ് നമ്മുടെ ഇക്വേഷൻ. therefore വർക്കിനെ നമ്മൾ വർക്ക് ഈസ് ഈക്വൽ ടു, ഇതിന്റെ അകത്ത് വർക്ക് എല്ലാത്തിനും നമ്മൾ യൂണിറ്റ് ടേംസിന്റെ അകത്തോട്ട് കൊണ്ടുവരിക. ദാറ്റ് ഈസ് വർക്ക് ഈസ് ഈക്വൽ ടു 1 ജൂൾ, Q0 ഈസ് ഈക്വൽ ടു 1 കൂളം. അങ്ങനെയാണ് എങ്കിൽ V ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ സാധിക്കും? V ഈസ് ഈക്വൽ ടു 1 ജൂൾ. വർക്കിന്റെ വർക്ക് എന്ന് പറയുന്നത് 1 ജൂൾ ആയിട്ട് നമ്മൾ യൂണിറ്റ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. 1 ജൂൾ ഡിവൈഡ് ബൈ 1 കൂളം. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 1 വോൾട്ട് എന്ന് റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 വോൾട്ട്. അപ്പൊ നമുക്ക് ഇതിനെ 1 വോൾട്ടിന് വേണമെങ്കിൽ നമുക്കൊരു ഡെഫിനിഷൻ നമുക്ക് പറയാം. പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഈസ് സെഡ് ടു ബി 1 വോൾട്ട്. 1 വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് 1 കൂളം ചാർജ് ഈസ് മൂവിംഗ് ഫ്രം, നമുക്ക് പൊട്ടൻഷ്യലിനെ നമ്മളെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? 1 കൂളം ചാർജ് ഉള്ള 1 കൂളം യൂണിറ്റ് ചാർജ് 1 കൂളം ചാർജ് ഉള്ള ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് നമുക്ക് റെസ്പെക്റ്റീവ് ലൊക്കേഷന്റെ അകത്തോട്ട് മൂവ് ചെയ്യാൻ എടുക്കുമ്പോൾ നമുക്ക് അവിടെ എടുക്കേണ്ട വർക്ക് ഡൺ 1 ജൂൾ ആണെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കേണ്ട വർക്ക് ഡണിന്റെ അളവ് എത്രയാണ്? 1 ജൂൾ ആണ് എങ്കിൽ 1 കൂളം ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും ഫീൽഡുള്ള ഒരു റീജിയന്റെ അകത്തോട്ട് നമ്മൾ മൂവ് ചെയ്യിപ്പിക്കാൻ നമ്മൾ കൊടുക്കുന്ന വർക്ക് ഡൺ 1 ജൂൾ ആണ് എങ്കിൽ നമ്മൾ അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1 വോൾട്ട് ആയിരിക്കും. അപ്പൊ എങ്ങനെയാണ്? ഇൻഫിനിറ്റിയിൽ നിന്നും 1 കൂളം ചാർജിനെ നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്നും നമ്മുടെ സോഴ്സ് ചാർജിന്റെ ഫീൽഡിന്റെ അകത്തോട്ട് നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുന്നു. ഫീൽഡിന്റെ അകത്തോട്ട് മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന വർക്ക് ഡണിന്റെ അളവ് 1 ജൂൾ ആണ് എങ്കിൽ അവിടുത്തെ അളവ് എന്ന് പറയുന്നത് 1 വോൾട്ട് ആയിരിക്കും. ദാറ്റ് ഈസ് ഇതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇഫ് 1 കൂളം ഈസ് മൂവിംഗ് ഫ്രം എ ഇൻഫിനിറ്റി ടു ദ റെസ്പെക്റ്റീവ് ലൊക്കേഷൻ, the amount of work done is 1 joule. If 1 കൂളം is moving from infinity to respective location എന്ന് പറഞ്ഞാൽ നമുക്ക് ഫീൽഡ് എഫക്ട് ചെയ്യുന്ന നമുക്ക് ഇൻഫിനിറ്റിയിൽ നിന്നാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇൻഫിനിറ്റിയിൽ നിന്ന് നമുക്ക് റെസ്പെക്റ്റീവ് ലൊക്കേഷന്റെ അകത്തോട്ട് നമ്മൾ കൊണ്ടുവരുന്നു. എന്താ എമൗണ്ട് ഓഫ് വർക്ക് അവിടെ കൊടുക്കാനായിട്ട് ആ ഫീൽഡിന്റെ അകത്തോട്ട് ഫീൽഡിന്റെ ഒരു പോയിന്റിലോട്ട് കൊണ്ടുവരാനായിട്ട് കൊടുക്കുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് 1 ജൂൾ ആണ് എങ്കിൽ നമുക്ക് ആ പൊട്ടൻഷ്യൽ ആ പോയിന്റിന്റെ അവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് പറയാം? 1 വോൾട്ട് ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി വോൾട്ടിന്റെ ഡയമെൻഷൻ ഇക്വേഷൻ ml² T⁻³ I⁻⁻1 ആണ് എന്നൊന്ന് ഓർത്തിരിക്കാം. ml² T⁻³ I⁻⁻1. അപ്പം എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഈ ഒരു VAB is equal to VA minus VB ആണ് എന്നും that is equal to WAB divided by Q0 ആണ് എന്നും ഓർത്തിരിക്കാം. ദാറ്റ് ഈസ് ഇവിടെ നമ്മുടെ Q0 ടെസ്റ്റ് ചാർജ് Q0 ആണെങ്കിൽ ഇവിടെ Q0, Q ആണെങ്കിൽ ഇവിടെ Q ആണ് എന്ന് ഓർത്തിരിക്കുക. ടെസ്റ്റ് ചാർജ് ആണ് അവിടെ വരുന്നത്, സോഴ്സ് ചാർജ് അല്ല കേട്ടല്ലോ. ടെസ്റ്റ് ചാർജ് ആണ് ഡിവൈഡ് ബൈ ടെസ്റ്റ് ഡിവൈഡ് ബൈ വർക്ക്. ഇതാണ് നമുക്ക് യൂണിറ്റ് ആയിട്ട് യൂണിറ്റ് ടെസ്റ്റ് ചാർജ് ആണ് നമ്മൾ എടുക്കുന്നത്. ദാറ്റ് ഈസ് Q0 എന്ന് പറയുന്നത് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് 1 ആണ്.
ദെൻ ഡെഫിനേഷൻ ഓഫ് വോൾട്ടിന്റെ കേസസിൽ വി ഇസ് ഈക്വൽ ടു ഡബ്ല്യു ഡിവൈഡ് ബൈ Q0 ആണ്. ഇവിടെ ഈ കേസസിന് വെച്ച് പറഞ്ഞാണ് Q0, അല്ലെങ്കിൽ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഡബ്ല്യു ഡിവൈഡ് ബൈ Q. ദെയർഫോർ വർക്കിന്റെ യൂണിറ്റ് വർക്ക് എന്ന് പറയുന്നത് 1 ജൂൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. Q0 എന്ന് പറയുന്നത് 1 കൂളം. അപ്പൊ ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന 1 കൂളം ചാർജിനെ നമ്മൾ എങ്ങോട്ടാ, നമ്മൾ ഫീൽഡിന്റെ അകത്തെ ഒരു പോയിന്റിന്റെ അകത്തോട്ട് കൊണ്ടുവരാനായിട്ട് 1 ജൂള് വർക്ക് ഡൺ ആണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ ആ പോയിന്റിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1 വോൾട്ട് ആയിരിക്കും. അതാണ് നമുക്ക് ഡെഫിനേഷൻ ഓഫ് വോൾട്ടിന്റെ കേസസിൽ നമുക്ക് പറയാനുള്ളത്. പിന്നെ നമ്മള് വോൾട്ടിന്റെ ഇലക്ട്രിക് വോൾട്ടിനെ ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ നമ്മള് ഇലക്ട്രിക് ഫീൽഡിന്റെ ടേംസിൽ നമ്മൾ ഒരു ഇക്വേഷൻ കൊണ്ടുവരുന്നുണ്ട്. ആ ഇക്വേഷന്റെ അകത്തോട്ട് നമുക്ക് മൂവ് ചെയ്യാം. ഇപ്പൊ നമ്മള് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ് എന്ന് പറഞ്ഞു. ഇൻഫിനിറ്റിയിൽ നിന്നും യൂണിറ്റ് ടെസ്റ്റ് ചാർജിനെ നമ്മൾ ഫീൽഡിന്റെ അകത്തോട്ട് കൊണ്ടുവരാൻ ചെയ്യുന്ന വർക്ക് ഡൺ ആണ് എന്തെന്ന് പറയുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു റിപ്പൾസീവ് ഫോഴ്സും ഉണ്ട്. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്ത് സ്ലോലി മൂവിങ് സ്ലോലി എന്നുള്ള കൺസെപ്റ്റ് കൊടുത്താണ് നമ്മൾ എവിടെ കൊണ്ടുവരുന്നത്, ഇലക്ട്രിക് ഫീൽഡിന്റെ ആ ഒരു റീജിയന്റെ അകത്തോട്ട് നമ്മൾ ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മൾ അവിടെ ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യലിന് നമ്മളൊരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. ജനറൽ ആയിട്ട് വി ഇസ് ഈക്വൽ ടു ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് വി എന്നാണ്. വി ഇസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡ് ബൈ അവിടുത്തെ യൂണിറ്റ് ടെസ്റ്റ് ചാർജ് ഏതാണോ ആ ടെസ്റ്റ് ചാർജ് വർക്ക് ഡിവൈഡ് ബൈ ചാർജ് Q എന്ന് നമ്മൾ കൊടുത്തു. അപ്പൊ ഇത് കൂടാതെ തന്നെ ഇതൊരു ഇക്വേഷൻ ആണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ ടേംസിലുള്ള ഒരു ഇക്വേഷനും കൂടെ ഉണ്ട്. ആ ഇക്വേഷന്റെ അകത്തോട്ട് എങ്ങനെയാണ് നമ്മൾ വരുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ കൺസെപ്റ്റ്. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയിൽ നിന്നും നമ്മുടെ ഫീൽഡിന്റെ അകത്തോട്ട് ഈ ടെസ്റ്റ് ചാർജിനെ നമ്മൾ മൂവ് ചെയ്യിക്കുന്ന ആ ഒരു കൺസെപ്റ്റ് ആണ് എന്ത്, വർക്ക് ഡൺ ആണ് എന്ത് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ. അപ്പൊ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിൽ നിന്ന് യൂണിറ്റ് ടെസ്റ്റ് ചാർജിനെ മൂവ് ചെയ്യിക്കുന്ന ആ ഒരു വർക്ക് ഡൺ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് അവിടെ എന്ത് കൊണ്ടുവരാം, പൊട്ടൻഷ്യൽ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മുടെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിന്റെ അകത്ത് പറഞ്ഞു നമ്മുടെ ജനറൽ ഇക്വേഷൻ നമ്മൾ വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്. ദാറ്റ് ഈസ് ഫോഴ്സ് എഫ് ഡോട്ട് ഡി ആണ്. എഫ് ഡോട്ട് ആണ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ദാറ്റ് ഈസ് സ്കെയിലർ പ്രൊഡക്റ്റ് ആണ്. ദെയർഫോർ എഫ് ഡി കോസ് തീറ്റ എന്ന് എഴുതാം. പക്ഷെ നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മൾ മൂവിങ് സ്ലോലി എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഇന്റഗ്രേഷൻ മെത്തേഡ് ആണ്. നമ്മുടെ ബേസിക് ആയിട്ട് കുറെ ടേംസുകൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്റഗ്രേഷൻ മെത്തേഡ് ആണ്. നമ്മുടെ വർക്ക് ഡണ്ണിനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. വർക്ക് ഡണ്ണിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇന്റഗ്രേഷൻ മെത്തേഡ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു സ്മോൾ റീജിയനിന്റെ അകത്തെ സ്മോൾ റീജിയന്റെ കേസസിൽ ഇവിടെ ഒരു ചെറിയൊരു ഡിസ്റ്റൻസിലുള്ള വർക്ക് ഡൺ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും, പിന്നെ അടുത്ത റീജിയന്റെ കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ ചെറിയ ചെറിയ ഡിവിഷൻസ് ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്റഗ്രേഷൻ മെത്തേഡ് അതിലൂടെ കൂട്ടിയെടുക്കുന്നതാണ് ഇന്റഗ്രേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ഇന്റഗ്രേഷൻ മെത്തേഡിന്റെ അകത്ത് സ്മോൾ വർക്ക് ഡൺ കൊടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പിന്നെ ഇന്റഗ്രേഷൻ ലിമിറ്റ് കൊടുത്ത് നമ്മൾ ടോട്ടൽ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ ഇന്റഗ്രേഷൻ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ സ്മോൾ വർക്ക് ഡൺ DW ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഫോഴ്സ് ഡോട്ട് DR എന്ന് പറയുന്നത് എന്താ, ഡി എന്നുള്ളത് എന്താകും DR ആകും. സ്മോൾ റീജിയന്റെ ഡിസ്പ്ലേസ്മെന്റ് ആകും DR എന്ന് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഇതിന് എഫ് ഡോട്ട് DR ആയതുകൊണ്ട് ഐസ് സ്കെയിലർ പ്രോഡക്റ്റ് ആണ്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് റെപ്രസെന്റ് ചെയ്യാം, FDR കോസ് തീറ്റ എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. FDR കോസ് തീറ്റ എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇനി ശ്രദ്ധിക്കാം, ഇവിടുത്തെ കോസ് തീറ്റ ആംഗിൾ കോസ് തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എങ്ങനെയാ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടുത്തെ സോഴ്സ് ചാർജ് പോസിറ്റീവ് ആണ്, ഇവിടുത്തെ യൂണിറ്റ് ടെസ്റ്റ് ചാർജും പോസിറ്റീവ് ആണ്. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈ ഒരു പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. റിപ്പൾസീവ് ഫോഴ്സ് അങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്ത് ഡിസ്പ്ലേസ്മെന്റ് കൊണ്ടുവരുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് അതിനെതിരെ കൊടുത്ത് മീൻസ് വിത്തൗട്ട് ആക്സിലറേഷൻ എന്ന് പറയുന്നുണ്ട്. എന്താണ്
ഈക്വൽ ആയിട്ടുള്ള ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് ഈക്വൽ ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്ത് നമ്മൾ ഒബ്ജക്റ്റിനെ എങ്ങോട്ട് മൂവ് ചെയ്യും, നമ്മുടെ ഉദ്ദേശം സോഴ്സ് ചാർജിന്റെ അടുത്തോട്ട് മൂവ് ചെയ്യാനാണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ സോഴ്സ് ടെസ്റ്റ് ചാർജിന്റെ ഇവിടെത്തെ ടെസ്റ്റ് ചാർജിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് റിപ്പൾസീവ് ഫോഴ്സ് ഇങ്ങോട്ടാണ് എങ്കിൽ അതിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. റിപ്പൾസീവ് ഫോഴ്സ് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലും അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലുമാണ് നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾസീവ് ഇത് രണ്ടും എന്താ പറയുന്നത്? അപ്പൊ ഇവിടുത്തെ ഒരു ആംഗിൾ നമ്മൾ രണ്ടും ഓപ്പോസിറ്റ്, ഒന്ന് ഇങ്ങോട്ടുമായിട്ട് എടുക്കുന്നുള്ളത് കൊണ്ട് ഈ ഒരു ആംഗിളിനെ നമ്മൾ 180 ഡിഗ്രി ആയിട്ടാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, കോസ് തീറ്റ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിട്ടാണ് എടുക്കുന്നത്? 180 ഡിഗ്രി ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. 180 ഡിഗ്രി. കോസ് 180 എന്ന് പറയുന്നത് എന്താണ്? കോസ് 180 എന്ന് പറയുന്നത് -1 ആണ്. കോസ് 180യുടെ റീഡിംഗ് അറിയാൻ മേലത്ര എഴുതിയിട്ടാണ്. കോസ് 180 എന്ന് പറയുന്നത് -1 ആണ്. Therefore നമ്മൾ FDR കോസ് തീറ്റ 180 കോസ് 180 എന്ന് കൊടുക്കുന്നത് നമ്മൾ 180ക്ക് -1 കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താകും? FDR DW is equal to FDR എന്നാകും. FDR വെക്ടറിന്റെ സൈൻ വേണ്ട, കാരണം കോസിന്റെ ടേമിലോട്ട് വരുന്നുണ്ട്. ഓക്കെ, FDR DW is equal to -FDR എന്ന് എഴുതാം. ഇനി നമുക്ക് ടോട്ടൽ വർക്ക് നമ്മൾ ചെറിയൊരു എമൗണ്ട് DW എന്ന് പറയുന്നത് സ്മോൾ എമൗണ്ട് അല്ലെങ്കിൽ സ്മോൾ ഒരു റീജിയനിന്റെ അവിടത്തെയാണ് നമ്മൾക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്നത്? വർക്കാണ് ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇനി ടോട്ടൽ വർക്ക് ഡൗൺ കാണാൻ നേരത്തെ നമ്മൾ എന്ത് ഇന്റഗ്രേഷൻ ലിമിറ്റ് കൊടുക്കും. അപ്പൊ ടോട്ടൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു DW എന്നുള്ളത് ടോട്ടൽ വർക്ക് ഡണിനകത്തോട്ട് വരുമ്പോൾ W ഈസ് ഈക്വൽ ടു മൈനസ് അതേപടി എഴുതുക. ഇന്റഗ്രേഷൻ ലിമിറ്റ് ഇൻഫിനിറ്റിയിൽ നിന്ന് നമുക്ക് ഈ പോയിന്റിലെ പോയിന്റ് P എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യലാണ് കാൽക്കുലേറ്റ് ചെയ്യണം. അവിടെയാണ് നമ്മുടെ ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഫീൽഡിന്റെ അകത്തോട്ടാണ് നമ്മൾ എന്ത് കൊണ്ടുവരുന്നത്? ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവരുന്നത്. അത് എത്രമാത്രം ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്? ആ ഡിസ്റ്റൻസ് എന്ന് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ആ ഡിസ്റ്റൻസ് എന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ലിമിറ്റ് ഇൻഫിനിറ്റിയിൽ നിന്ന് ആ ഡിസ്റ്റൻസ് വരെ, ആ ഡിസ്റ്റൻസിലാണ് ഈ P എന്ന് പറയുന്ന പോയിന്റ് നിൽക്കുന്നത്. അപ്പൊ Pയിലോട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഇന്റഗ്രേഷൻ ലിമിറ്റ് ഇൻഫിനിറ്റി ടു R എന്ന് കൊടുക്കുക. ദാറ്റ് ഈസ് FDR ആണ്. ഇനി നമ്മള് എഫിന് നമ്മൾ ഇവിടെ വേറൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. നമ്മുടെ ഇക്വേഷന്റെ അകത്തോട്ട് എത്താനായിട്ട് നമ്മൾ വേറൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ഇലക്ട്രിക് ഫീൽഡിന്റെ ജനറൽ ഇക്വേഷൻ എന്താണ്? ഇലക്ട്രിക് ഫീൽഡിന്റെ ജനറൽ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. E is equal to F divided by Q ആണ്. Therefore force is equal to എത്രയാണ്? QE ആണ്. ഫോഴ്സ് is equal to Q into E ആണ്. ഇവിടെ നമ്മള് ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ കേസസിൽ എല്ലാ കേസസും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണോ അവിടെ ക്യൂവിന്റെ യൂണിറ്റ് ക്യൂ എന്ന് പറയുന്നത് യൂണിറ്റ് ചാർജിന്റെ കേസസ് ആണ്. ക്യൂവിന്റെ റീഡിംഗ് എന്ന് പറയുന്നത് ഓൾവേസ് 1 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എഫ് എന്നുള്ളത് Q into E എന്നുള്ളത് 1 into E എന്നാകും. Therefore F is equal to എന്ത് എഴുതാം? E എന്ന് എഴുതാനായിട്ട് സാധിക്കും. F is equal to E എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഇക്വേഷനെ ഒന്ന് മാറ്റി എഴുതുക. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു വർക്ക് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇന്റഗ്രേഷൻ ലിമിറ്റ് ഇൻഫിനിറ്റി ടു R. എഫിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? EDR എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. EDR. അപ്പൊ ഇനി നമുക്ക് ഈ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി. നമ്മൾ എന്ത് വർക്ക് ഡണ്ണിനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്? ഇൻഫിനിറ്റിയിൽ നിന്നും എന്തിലോട്ട്? ഫീൽഡിന്റെ ഒരു പോയിന്റിലോട്ട് നമ്മള് ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വർക്ക് ഡൺ ആണ് നമ്മളിപ്പോ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വർക്ക് ഡൺ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ഈ വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെയൊക്കെ എന്ത് എഴുതി പോവാം? V is equal to W എന്ന് എഴുതാം. അപ്പൊ അവിടെ ഒന്നും നിങ്ങൾ എഴുതിയില്ല എങ്കിലും ഓർ V is equal to എങ്ങനെയാണ് ഈ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത്? ഇൻഫിനിറ്റിയിൽ നിന്നും ടെസ്റ്റ് ചാർജിനെ നമ്മുടെ ഫീൽഡിന്റെ അകത്തോട്ട് ഒരു പോയിന്റിന്റെ അകത്തോട്ട് കൊണ്ടുവരുന്ന വർക്ക് ഡൺ ആണ് നമ്മളിപ്പോ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ V എന്ന് പറയുന്നത്. Therefore V is equal to നമുക്ക് ഈ ഇക്വേഷൻ കൊടുക്കാം. ഇന്റഗ്രേഷൻ ലിമിറ്റ് ഇൻഫിനിറ്റി ടു R EDR എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ പൊട്ടൻഷ്യലിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷനും കൂടെ ഉണ്ട് എന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. V is equal to മൈനസ് ഓഫ് ഇന്റഗ്രേഷൻ ലിമിറ്റ് ഇൻഫിനിറ്റി ടു R into EDR EDR എന്ന് നമുക്ക് എഴുതാനായിട്ട് അങ്ങനെ ഒരു ഇക്വേഷനും കൂടെ നമുക്ക് പൊട്ടൻഷ്യലിന്റെ അനദർ ഒരു ഇക്വേഷൻ ആണ്. അത് ഓർത്തിരിക്കാം.
ഇനി അപ്പൊ നമ്മൾ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ പൊട്ടൻഷ്യൽ ഓർ എ വർക്ക് ഡൺ ബിറ്റ്വീൻ 2 പോയിന്റ്സ്, അതായത് ബിറ്റ്വീൻ 2 പോയിന്റ്സ് എന്ന് പറഞ്ഞ ഇൻഫിനിറ്റി തുടങ്ങി നമ്മുടെ ഈ പോയിന്റ് വരെയുള്ള പൊട്ടൻഷ്യൽ നമ്മൾ പറയുമ്പോൾ ഈക്വൽ ടു നെഗറ്റീവ് ഇന്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ നെഗറ്റീവ് ഇന്റഗ്രൽ എന്നാണ്, നമ്മൾ മൈനസ് ഓഫ് നെഗറ്റീവ് ഇന്റഗ്രൽ ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം, നെഗറ്റീവ് ഇന്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദം എന്ന് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ ടേംസിലുള്ള ഇതിന് നമുക്ക് എക്സ്പ്ലനേഷൻ ആയിട്ട് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇൻ ടേംസ് ഓഫ് എ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷനെ കൂടെ ബി ഇസ് ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് എ ഇലക്ട്രിക് ഫീൽഡിന്റെ ടേംസിൽ നമുക്ക് പൊട്ടൻഷ്യലിന്റെ അനദർ ഒരു ഇക്വേഷൻ ആണ് ബി ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇന്റഗ്രേഷൻ ലിമിറ്റ് ഇൻഫിനിറ്റി ടു ആർ ഇൻറ്റു ഇ ഡി ആർ എന്ന് പറയുന്നത്. അപ്പൊ അതും കൂടെ ഓർത്തിരിക്കുക. അപ്പൊ ഇനി നമുക്ക് വേറെ അനദർ ഒരു റിലേഷൻ ബിറ്റ്വീൻ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ തമ്മിൽ ഒരു ബേസിക് ആയിട്ട് നമ്മൾ ഒത്തിരിയും സ്ഥലത്ത് ഉപയോഗിക്കുന്ന ഒരു റിലേഷൻ ആണ് ഇനി നമുക്ക് ക്ലാസ്സിൽ പഠിക്കുവാനുള്ളത്. അപ്പൊ ആ ഒരു റിലേഷന്റെ അകത്തോട്ട് പിന്നെ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് പൊട്ടൻഷ്യലും തമ്മിൽ നമ്മൾ ഓൾവേസ് ഈ ഒരു വർഷം കംപ്ലീറ്റ് ഇടയ്ക്കെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റിലേഷൻ ഉണ്ട്. E is equal to മൈനസ് ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ആർ എന്ന് പറയുന്ന ഒരു റിലേഷൻ. നമ്മളിപ്പോ ഓൾറെഡി പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഒരു ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തു. ആ ഒരു ഇക്വേഷനിൽ നിന്നാണ് നമ്മളിവിടെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ റിലേഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഈ ഒരു റിലേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മളിപ്പം പറഞ്ഞ നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഇക്വേഷന് വി എ ബി ഇസ് ഈക്വൽ ടു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഇക്വേഷൻ ആണ് എയും ബിയും തമ്മിലുള്ള ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു ടെസ്റ്റ് ചാർജ് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബിയിലോട്ട് വരുമ്പോൾ അവിടെ ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ ഫീൽഡിലുള്ള രണ്ട് റീജിയൻസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എയും ബിയും തമ്മിലുള്ള ഡിഫറൻസ്, ഇവിടെ ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് എങ്കിൽ ആ പോയിന്റ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതിന്റെ ഇക്വേഷൻ ആണ് വി എ ബി ഇസ് ഈക്വൽ ടു വി ബി മൈനസ് വി എ, ദാറ്റ് ഈസ് ഈക്വൽ ടു WAB ഡിവൈഡ് ബൈ Q0 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. Q0 എന്ന് പറയുന്നതിനാണ് നമ്മളിപ്പോ ടെസ്റ്റ് ചാർജ് ആയിട്ട് അവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടു. അപ്പൊ ആ ടെസ്റ്റ് ചാർജ് വർക്ക് ഡിവൈഡ് ബൈ ടെസ്റ്റ് ചാർജിന്റെ അളവാണ്. നമ്മുടെ പൊട്ടൻഷ്യലിന്റെ കേസസിൽ ടെസ്റ്റ് ചാർജ് ഈസ് എ യൂണിറ്റ് ആണ്, യൂണിറ്റ് ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ടെസ്റ്റ് ചാർജിന് എടുക്കുന്നത്. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഇനിവേ നമ്മുടെ ഇക്വേഷൻ WAB ഡിവൈഡ് ബൈ Q0 എന്നാണ്. അപ്പൊ ഇനി നമ്മുടെ ഈ ഒരു ഇക്വേഷന്റെ അകത്തോട്ട് വരുന്നതിന് വേണ്ടി Q0ക്കകത്ത് ടെസ്റ്റ് ചാർജിന് നമുക്ക് യാതൊരു വ്യത്യാസവുമില്ല. നമ്മൾ ഇനി ഇവിടെ വ്യത്യാസം വരുത്തേണ്ടത് വർക്ക് WAB എന്ന് പറയുന്ന വർക്കിന് നമുക്ക് വേറെ ഇക്വേഷൻ ഉണ്ട്. എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ആ ഒരു ഇക്വേഷനെ നമ്മളൊന്ന് മാറ്റി WAB എന്ന് പറയുന്ന ഇക്വേഷനെ ഇതിനകത്തൊന്ന് ചേഞ്ച് ചെയ്ത് എഴുതുന്നു. സോ വർക്ക് ഈസ് ഈക്വൽ ടു WAB ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 1ന്റെ അകത്ത് WAB ഈസ് ഈക്വൽ ടു നമുക്ക് വർക്ക് WAB എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ബിയിലോട്ട് നമുക്ക് നമ്മുടെ ടെസ്റ്റ് ചാർജിനെ മൂവ് ചെയ്യാനായിട്ട് കൊണ്ടുവരുന്നതിന്റെ അവിടുത്തെ വർക്ക് ഡൺ ആണ് WAB എന്ന് പറയുന്നത്. വർക്ക് ഈസ് ഈക്വൽ ടു നമുക്കറിയാം ജനറൽ ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്. ഇപ്പൊ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എയിൽ നിന്ന് ബിയിലോട്ട് വരുന്ന ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഡെൽറ്റ ആർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. എയിൽ നിന്ന് ബിയിലോട്ട് വരുന്ന ഒരു ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ ആർ ആയിട്ട് അവിടുത്തെ ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് മൂവ്മെന്റിന്റെ എയും ബിയും തമ്മിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഡെൽറ്റ ആർ ആയിട്ട് നമ്മൾ എടുക്കുന്നു. ഇനി ഫോഴ്സിന് നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നത് ഫോഴ്സിന് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ജനറൽ ഇക്വേഷൻ ഏതാണ്? ഇലക്ട്രിക് ഫീൽഡിന്റെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. ഇലക്ട്രിക് ഫീൽഡിന്റെ രണ്ട് ഇക്വേഷൻ ഉണ്ട്. പോയിന്റ് ചാർജിന്റെ കേസസിലും ജനറൽ ഇക്വേഷൻ നമ്മൾ അന്നവരം പറഞ്ഞായിരുന്നു. നമുക്ക് ഈ ജനറൽ ഇക്വേഷൻ അടുത്ത ചാപ്റ്ററിലും ആവശ്യമാണെന്ന്. നമ്മുടെ ജനറൽ ഇക്വേഷൻ ഈക്വൽ ടു എഫ് ഡിവൈഡ് ബൈ ക്യൂ എന്നാണ്. നമ്മുടെ ടെസ്റ്റ് ചാർജ് ഇവിടെ നമ്മൾ Q0 ആയിട്ട് എടുത്തിരിക്കുന്നതുകൊണ്ട് ഡിവൈഡ് ബൈ Q0 എന്ന് എഴുതുക. Therefore ഈ ഇക്വേഷന്റെ അകത്തുനിന്ന് F is equal to നമുക്ക് എങ്ങനെ എഴുതാം? E into Q0 എന്ന് എഴുതാം. E into Q0. F is equal to E into Q0 എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഈ ജനറൽ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു എഫ് ഡിവൈഡ് ബൈ Q0ക്ക് എത്തുന്ന F is equal to E Q0 എന്നാണ്. ഇനി നമ്മൾ ഈ ഒരു ഇക്വേഷൻ എടുക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ സോഴ്സ് ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അപ്പൊ അവിടുത്തെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്താണ്? റിപ്പൾസീവ് ഫോഴ്സ് ആണ്. റിപ്പൾസീവ് ഫോഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? നെഗറ്റീവ് സൈൻ ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സോഴ്സ് ചാർജ് പോസിറ്റീവ് ആണ് എങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും? നെഗറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യും.
സോ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യും, ഇവിടുത്തെ ഈ ഫോഴ്സിന്റെ കൺസിഡറേഷൻ അല്ലെങ്കിൽ ഈ ഇക്വേഷന്റെ അകത്ത് നമ്മൾ ഫോഴ്സിന്റെ കൺസിഡറേഷൻ കൊണ്ടുവരുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ഒരു കൺസിഡറേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫോഴ്സിന്റെ ഇക്വേഷനെ നമ്മൾ എന്താക്കി എടുക്കുക, മൈനസ് സൈൻ കൊടുത്തിട്ട് എഴുതണം. എന്തുകൊണ്ടാണ് മൈനസ് സൈൻ കൊടുത്തിട്ട് എഴുതുക? മൈനസ് ഇ ഇൻറ്റു ഈ Q0 എന്ന് പറയുന്നത് ജനറൽ ഇക്വേഷൻ ആണ്. ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കൺസിഡർ ചെയ്യുന്നുള്ളത് കൊണ്ട് മൈനസ് ഇ ഇൻറ്റു Q0 എന്ന് കൺസിഡർ ചെയ്യാം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായി? F ഈസ് ഈക്വൽ ടു മൈനസ് ഇ ഇൻറ്റു Q0 എന്നായി. ആ ഇക്വേഷനെ, ഈ എഫിന്റെ ഇക്വേഷനെ നമ്മൾ ഈ ഫോഴ്സിന്റെ സ്ഥാനത്ത് കൊടുക്കുക. ഫോഴ്സിന്റെ സ്ഥാനത്ത് F ഈസ് ഈക്വൽ ടു മൈനസ് ഇ ഇൻറ്റു Q0 ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ ആർ ആയിട്ടാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇൻറ്റു നമ്മൾ എന്ത് എഴുതുക? ഡെൽറ്റ ആർ എന്ന് എഴുതുക. സോ നമ്മുടെ ഇക്വേഷൻ എന്തായി? WAB ഇസ് ഈക്വൽ ടു മൈനസ് ഇ Q0 ഇൻറ്റു ഡെൽറ്റ ആർ എന്ന് നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഓക്കെ, അപ്പൊ നമുക്ക് WAB ഇസ് ഈക്വൽ ടു മൈനസ് ഇ Q0 ഇൻറ്റു ഡെൽറ്റ ആർ എന്ന് പറയുന്ന ഈ ഇക്വേഷനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1ന്റെ അകത്ത് ഇവിടെ ഒരു WAB ഉണ്ട്. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മൾ കൺവേർഷൻ വന്നത്. അപ്പൊ ആ WABയുടെ സ്ഥാനത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഇക്വേഷൻ, അതായത് ഇക്വേഷൻ നമ്പർ 2വിന് ഇക്വേഷൻ നമ്പർ 1ന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ദെയർഫോർ നമ്മുടെ ഇക്വേഷൻ എന്താകും? VAB is equal to VB minus VA. VAB is equal to VB minus VA. That is equal to WAB യുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? മൈനസ് ഈ Q0 ഇൻറ്റു ഡെൽറ്റ ആർ ഡിവൈഡ് ബൈ ഇവിടെ എന്തുണ്ടോ? ഒരു Q0 ഉണ്ട്, അതായത് അതേപടി എടുത്തെഴുതുക. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യും? മുകളിൽ ഒരു ഈ Q0യുടെ ഒരു Q0യും താഴെ ഒരു Q0യും ഉണ്ട്. അത് തമ്മിൽ എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്യുക. ഈ Q0യും താഴത്തെ Q0യും തമ്മിൽ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ബിക്കം VB മൈനസ് VA ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ആർ എന്ന ഇ ഇൻറ്റു ഡെൽറ്റ ആർ എന്നാവും. മൈനസ് ഇ ഇൻറ്റു ഡെൽറ്റ ആർ എന്നാവും. അപ്പൊ VB മൈനസ് VA എന്ന് പറഞ്ഞാൽ എന്താ? VB മൈനസ് VA എന്ന് പറഞ്ഞാൽ VB എന്ന് പറഞ്ഞാൽ ചെറിയൊരു പൊട്ടൻഷ്യൽ വേരിയേഷൻ ആണ്. രണ്ടും എയും ബിയും തമ്മിലുള്ള പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ വേരിയേഷൻ ആണ് VA മൈനസ് VB അല്ലെങ്കിൽ VB മൈനസ് VA എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യാം? നമ്മൾ ചെറിയ വേരിയേഷനെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തുടങ്ങി നമ്മൾ പഠിക്കുന്നുണ്ട്. എന്ത് വേരിയേഷനെ നമ്മൾ എങ്ങനെ മാത്തമാറ്റിക്കൽ വേയിൽ റെപ്രസെന്റ് ചെയ്യുന്നത്? ഡെൽറ്റ വി എന്നാണ്. ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു, അതുകൊണ്ട് എങ്ങനെ എഴുതാം? ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു മൈനസ് ഇ ഇൻറ്റു ഡെൽറ്റ ആർ. മൈനസ് ഇ ഇൻറ്റു ഡെൽറ്റ ആർ. ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു മൈനസ് ഇ ഇൻറ്റു ഡെൽറ്റ ആർ എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. സോ ഈ ഇക്വേഷന്റെ അകത്തുനിന്ന് ഇനി റീഅറേഞ്ച് ചെയ്യുക. ഈ ഇക്വേഷൻ ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു മൈനസ് ഇ ഇൻറ്റു ഡെൽറ്റ ആർ എന്ന് പറയുന്ന ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് വേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് വേണ്ടത്. റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലാണ് റിലേഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇ ഇസ് ഈക്വൽ ടു എന്തെഴുതാം? ഈ ഇനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന് ഇ ഇസ് ഈക്വൽ ടു എഴുതുമ്പോൾ മൈനസ് ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ആർ എന്ന് എഴുതാനായിട്ട് സാധിക്കും. മൈനസ് അതിന് ഇപ്പുറത്ത് കൊണ്ടുവരിക. മൈനസ് ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ആർ എന്നത്. ദെയർഫോർ നമ്മുടെ ഇക്വേഷൻ, ഫൈനൽ ഇക്വേഷൻ ബിക്കം ഇ ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ആർ. മൈനസ് ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ആർ എന്ന് എഴുതാം. ഇതിന്റെ അകത്ത്, ഈ ഇക്വേഷന്റെ അകത്ത് ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ആർ, ഡെൽറ്റ വി ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ്. ആ ഡിസ്പ്ലേസ്മെന്റ് പൊട്ടൻഷ്യൽ ഡിവൈഡ് ബൈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ടേമിനെ നമ്മൾ ഗ്രേഡിയന്റ്, ഒറ്റ ടേമിൽ വിളിക്കും ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. എന്താ വിളിക്കുന്നത്? ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ആർ എന്ന് പറയുന്ന ഈ ടേമിനെ എന്ത് വിളിക്കും? ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് സൈൻ ഉണ്ട്. നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ ആണ് ഇലക്ട്രിക് ഫീൽഡ്. നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ ഏതിന് ഈക്വൽ ആണ്? ഇലക്ട്രിക് ഫീൽഡിന് ഈക്വൽ ആണ്. ഗ്രേഡിയന്റ്, നെഗറ്റീവ് ഗ്രേഡിയന്റ്, നെഗറ്റീവ് സൈൻ ഉള്ളതുകൊണ്ട് നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് പറയും. ഇവിടെ നെഗറ്റീവ് സൈൻ ഉള്ളതുകൊണ്ട് എന്ത് വിളിക്കും? നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്നാണ് വിളിക്കുന്നത്. നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ് എന്നാണ് നമ്മുടെ ഒരു ഇക്വേഷൻ നമുക്ക് തെളിയിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാല് നമ്മൾ ടേംസിൽ പറയുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ ഡയറക്ഷൻ ഇൻ വിച്ച് പൊട്ടൻഷ്യൽ ഡിഗ്രീസ് സ്റ്റീപ്പസ്റ്റ് എന്നാണ് പറയുന്നത്. അതായത് ഈ ഇക്വേഷന്റെ അർത്ഥം എന്താ? ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ ഡയറക്ഷൻ, ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്ത് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ ഡയറക്ഷൻ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ എന്താണ്? പൊട്ടൻഷ്യൽ ഡിഗ്രീസ് സ്റ്റീപ്പസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കുത്തനെ കുറയും. പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡിന്റെ ആ ഒരു ഡയറക്ഷനില് പൊട്ടൻഷ്യൽ ഡിഗ്രീസ് സ്റ്റീപ്പസ്റ്റ്. സ്റ്റീപ്പസ്റ്റ് മീൻസ് കുത്തനെ കുറയുന്ന ഒരു, പെട്ടെന്ന് കുത്തനെ കുറയുന്ന ഒരു, ഭയങ്കരമായിട്ട് കുറയുന്ന ഒരു കണ്ടീഷനാണ്. അപ്പൊ അതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ ആണ് എങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ എങ്ങനെയായിരിക്കും? കുത്തനെ കുറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരിക്കും കാണിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ എന്ത് എന്ന് പറയുന്നത്?
ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ. അപ്പൊ ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഓൾവേസ് നിങ്ങളുടെ മനസ്സിൽ വേണം. അപ്പൊ നമ്മൾ ഇനി മുന്നോട്ടൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഈ നെഗറ്റീവ് സൈൻ കുത്തനെ കുറയും എന്നുള്ളതിനെ കാണിക്കാനാണ് ഒരു നെഗറ്റീവ് സൈൻ വരുന്നത്. അപ്പൊ അത് നമ്മൾ പല പ്രാവശ്യം എടുക്കാറില്ല. പക്ഷെ ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ആർ, ഡെൽറ്റ ഇവിടെ നമ്മൾ എടുക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ ആർ ആയതുകൊണ്ടാണ് ഡെൽറ്റ ആർ എന്ന് പറയുന്നത്. ചില ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് ഡിസ്പ്ലേസ്മെന്റ് എൽ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ എന്ത് വരും? ഡെൽറ്റ എൽ വരും. എക്സ് ആണ് എടുക്കുന്നതെങ്കിൽ എന്ത് വരും? ഡെൽറ്റ എക്സ് എന്ന് വരും. അപ്പൊ എനിവേ എന്തായാലും ഡെൽറ്റ വി ഡിവൈഡ് ബൈ പൊട്ടൻഷ്യൽ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്ത് എന്ന് പറയുന്നത്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. സോ ആ ഒരു പല പ്രാവശ്യവും നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് എന്ന് പിന്നീട് ചോദിക്കരുത്. ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ആർ ആണ് എന്ന് ഓർത്തിരിക്കുക. ദെയർഫോർ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ ഡയറക്ഷൻ ഇൻ വിച്ച് പൊട്ടൻഷ്യൽ ഡിക്രീസസ് സ്റ്റീപ്പസ്റ്റ്. അതാണ് നമ്മുടെ കൺക്ലൂഷൻ പാർട്ട്. ഓർ ഡെൽറ്റ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ആർ എന്ന് പറയുന്നതിന് നമ്മൾ എന്ത് പറയും? ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. അപ്പൊ നമ്മൾ ഇതിനകത്ത് പറയുമ്പോഴെന്താ നമ്മുടെ ബേസിക് ഇക്വേഷൻ പൊട്ടൻഷ്യലിൽ ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ Q0 എന്നുള്ളതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. അതിന്റെ അകത്ത് WABക്ക് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് കൊടുക്കുന്നു. അതിന്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡ് F ഈസ് ഈക്വൽ ടു Q0ക്ക് അകത്ത് F കാണുന്നു. അതിന് നെഗറ്റീവ് സൈൻ കൊടുക്കുന്നു. എന്തുകൊണ്ട്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആയതുകൊണ്ട് അത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ആർ എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടുന്നു. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പോയിന്റ് ചാർജിന്റെ കേസസ്, പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് ചാർജിന്റെ കേസസും അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ കാണാം. ഓക്കെ, താങ്ക് യു.